ഹായ്, എൻ്റെ പേര് നിലൂഫർ ഫാത്തിമ. എൻ്റെ വ്ളോഗിൻ്റെ പേര് നിലൂഫർ ഫാത്തിമ വ്ളോഗാണ്. എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ഒരു സാധനമാണ്. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? അപ്പോൾ ഇതൊരു എൻ്റെ കാക്കു പണ്ട് ഒരു കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു ഉമ്മ കൊടുത്തതാണ്. ഇത് ഉപ്പ് ഒരു വീട് പൊളിച്ചു. വീട് പൊളിച്ചു. അപ്പൊ അവിടുന്ന് ചോദിച്ചു ഇതെന്താണ്. ഇതൊരു ഉപ്പ് കുറ്റിയാണ്, കണ്ടില്ലേ? ഉപ്പിട്ട ചീനല്ലേ? ഇതിങ്ങനെ അടക്കാൻ പറ്റും, ഇട്ടിട്ട് അടക്കാം. ഇപ്പത്തെ കാലത്തൊക്കെ ഇതൊക്കെ എത്ര വർഷം മുമ്പല്ലാണ് അവര്? ഞാൻ മുന്നേ കൊടുക്കുന്നതല്ലേ ഇത് നമ്മൾക്ക് ഇപ്പൊ ഉപ്പിട്ട് വെക്കണത് ചില്ല് പാത്രത്തിലൊക്കെയാണ്. പക്ഷെ അന്ന് ഇഞ്ച അമ്മമ്മയും എല്ലാരും ഇങ്ങനത്തെ ഇതിലാണ് ഇട്ട് നമ്മ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഇങ്ങനെ അടക്കുക. ഇപ്പൊ മൂടി കിടക്കണം ഇങ്ങനെ അടിച്ചിട്ട്. ഇപ്പൊ ഇലക്ട്രോണിക്കിന്റെ സാധനം വരെ ഇറക്കി തുടങ്ങി. ഉപ്പിട്ട് സ്വിച്ചുമ്മ നിൽക്കിയാൽ ഉപ്പ് വരുന്ന വരെ സാധനം ഇറങ്ങി തുടങ്ങി. പണ്ട് കാലത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടേ ഇല്ല. ഞാൻ ആദ്യമായിട്ട് മെച്ചിപ്പച്ചി കാട്ടിത്തരാണ്. ഇങ്ങനത്തെ കണ്ടോരുണ്ടാവും, ചിലപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതെ, ഇതിന്റെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുടിച്ചിട്ട് ഇതാക്കാൻ പറ്റുന്ന സാധനമാണ്. കേട് പറ്റിയിട്ടൊന്നുമില്ലല്ലോ ഇനി? ഇല്ല, ഇവിടെ ചെറുതായിട്ട് ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് നല്ലൊരു നമുക്ക് ഇങ്ങനെ പഴയ രീതിയിൽ അടുക്കളയൊക്കെ ഉണ്ടാക്കുമ്പോൾ കയ്യിൽ കൊണ്ട് വെക്കാം. അതായത് ന്യൂ ജനറേഷൻ അല്ലാത്ത അടുക്കള ഉണ്ടാക്കില്ലേ, പണ്ട് കാലത്തെ പോലെ ജോൺസൺ അടുക്കളയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കയ്യിൽ നമുക്ക് ഈ ഉപ്പ് കുറ്റി കൊണ്ട് വെക്കാം. ഉപ്പ് കുറ്റി അങ്ങനെ അമ്മിക്കല്ലൊക്കെ കൊണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇമ്മച്ചി ചെയ്തത് കാട്ടി തന്നപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് കൂടിയും പരിചയപ്പെടുത്തി തരാമെന്ന്. ഇത് നല്ലൊരു കാണാൻ നല്ല രസം കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നല്ല ഉപ്പൊക്കെ ഇടാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. ഉപ്പ് കുറ്റിയാണ് ഇതിൻ്റെ പേര്. പലരും നിങ്ങളെ വീട്ടിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഇടണം കേട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോണത് ഒരു സാധനമാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നുന്നു, പക്ഷേ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടാവില്ല. നമ്പർ അടിക്കണതായിട്ടാണ് കണ്ടിട്ടില്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ഓരോ നമ്പർക്ക് എത്തിച്ചു. പിന്നെ ഇതിതാ ഇങ്ങനത്തെയാണ്. ഇങ്ങനെ വെക്കണമെന്നാണ് കേട്ടോ. എന്നിട്ട് കോള് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കണേ. ഇത് ഓരോ നമ്പർ എടുത്തിട്ട് ഇങ്ങനെ അടിച്ച് ഇതാക്കുന്നതാണ്. ഇതിൻ്റെ ആപ്പാൻ്റെ വീട്ടിൽ നിന്ന് പണ്ട് കാലത്തിൻ്റെ ഇതും എൻ്റെ കാക്കുവിനെ കൊന്നതാണ്. ഓനക്കിതിന് ഭയങ്കര ക്രേസാണ്. ഇങ്ങനത്തെ പഴയ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനും എടുത്ത് വെക്കാനും നല്ല ഇഷ്ടമാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ലാൻഡ് ഫോണ്. പക്ഷെ ഞാൻ ഉണ്ടായപ്പോഴത്തേനും അതൊക്കെ ഇപ്പച്ചി എന്തോ കാട്ടിയിട്ട് അത് അയച്ചു വെച്ചു. പിന്നെ ഒഴിവാക്കി നമുക്ക് ഫോൺ, പിന്നെ മൊബൈലായില്ല. അതുകൊണ്ട് ഇപ്പച്ചി അത് ഒഴിവാക്കിയിരുന്നു. എനിക്ക് കാണാൻ പറ്റില്ല. ഇതിന് നമുക്ക് പ്രത്യേക ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടല്ലേ അമ്മ? നമ്മളെ സാധാ സ്വിച്ച് ബോർഡ് പറ്റൂല. നമുക്കിത് കുറെ ആൾക്കാരുണ്ടാവും, പക്ഷെ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. എനിക്കെന്നെ എപ്പോഴാണ് ഞാനിപ്പോൾ അറിയുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു നല്ല രസമാണ്. ഇങ്ങനെ കറക്കി 1 2 അടിച്ച് ഫോൺ വിളിച്ചുമ്പോൾ അതൊരു വേറെ രസമാണ്. ഇതിപ്പോൾ നമ്മളെ ആൻഡ്രോയിഡും ഐഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി വിളിച്ചത് ഇതൊക്കെ ഒരു നല്ല രസമാണ് കേട്ടോ. ഇനി ഒരുപാട് സാധനങ്ങൾ എൻ്റെ കാക്കു കളക്ട് ചെയ്ത സാധനങ്ങളുണ്ട്. വഴിയെ ഞാൻ ഓരോ വീഡിയോയിലും കാണിത്തരാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ എനിക്ക് കുറേ കമൻറ്റ് വന്നു, ഞാൻ എനിക്ക് റിപ്ലൈ കൊടുത്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ ഫോണൊക്കെ അല്ലേ വീഡിയോകളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഫോണുകൾ കാണാനും അതേപോലെ എൻ്റെ കാക്കുന്നതുമായി തന്നെ ഇങ്ങനെ കളക്ട് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ്. അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ നല്ല സാധനങ്ങൾ എൻ്റെ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ വലിയ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.